ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനക്രമ വർഷം പള്ളികൂദാശക്കാലത്തോടുകൂടി അവസാനിച്ചു. വീണ്ടും ആരംഭത്തിലേക്ക് വരികയാണ് നമ്മൾ. മംഗളവാർത്താ കാലം. ഈ മംഗളവാർത്താ കാലത്തോട് അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അനാഫറ അല്ലെങ്കിൽ കൂദാശക്രമം എന്ന് പറയുന്ന ആ പ്രാർത്ഥന, അതായത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അൽത്താരയിലേക്ക് തിരിയുന്ന ആ സന്ദർഭം മുതൽ അവസാനം റൂഹാക്ഷണ പ്രാർത്ഥന വരെയുള്ള ആ ഭാഗത്തെയാണ് നമ്മൾ അനാഫറ എന്ന് വിളിക്കുന്നത്. ഈ അനാഫറ നമ്മൾ ഈ മംഗളവാർത്ത കാലം തുടങ്ങുമ്പോൾ മുതൽ മാർ തേദോറിൻ്റെ ക്രമമാണ് എടുക്കുന്നത്. ആ പ്രാർത്ഥനയിൽ, ആ കുർബാനക്രമത്തിൽ അല്ലെങ്കിൽ അനാഫറയിലെ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഇതുവരെ ചൊല്ലിയിരുന്ന ദായ് മാറിയുടെ അനാഫറ പോലെയല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. ദൈർഘ്യം സ്വാഭാവികമായിട്ടും കുറേ കൂടെ കൂടുതലുണ്ട്. അതുപോലെ ആ പ്രാർത്ഥനകൾ കൂടുതലായിട്ട് നമ്മുടെ ആനുകാലിക സമൂഹത്തെ സ്പർശിക്കുന്നതാണ്. സമൂഹത്തിലുള്ള വഴക്കുകളെക്കുറിച്ച്, വിഭാഗീയതകളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച്, രാഷ്ട്രവും മതവും തമ്മിലുള്ള ഭിന്നതകളെക്കുറിച്ച് ഇവിടെയെല്ലാം സൂചിപ്പിക്കുകയും ലോകത്തിലെല്ലായിടത്തും സമാധാനം ഉണ്ടാകണമേ എന്നും സഭയ്ക്കുള്ളിൽ ഐക്യമുണ്ടാകണമേ എന്നും സഭയും രാഷ്ട്രവും തമ്മിൽ, ഭരണാധികാരികളും വൈദിക സമൂഹവും തമ്മിലെല്ലാം ഐക്യത്തിൽ പോകണമെന്നൊക്കെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ അദായ് മാറി അനാഫറ എഴുതി കുറേയധികം കഴിഞ്ഞിട്ടാണ്, അന്നത്തെ ആനുകാലിക സാഹചര്യം വെച്ചുകൊണ്ടാണ് അത് തയ്യാറാക്കുന്നത്. അതിലെ പ്രാർത്ഥനകൾ വളരെ അർത്ഥപൂർണമാണെന്ന് മാത്രമല്ല, ഇന്ന് നമുക്കും അത് കാലികമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികർ, ഈ മംഗളവാർത്ത കാലം മുതൽ നമ്മൾ പെസഹ വ്യാഴാഴ്ച വരെയുള്ള ആ സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഇതാണ് ചൊല്ലേണ്ടത്, ഈ അനാഫറ ഉപയോഗിക്കുക. അതിലെ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥവും ചൈതന്യവുമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, അതുപോലെ ആഗോള സഭയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഈ മംഗളവാർത്ത കാലം അതിൻ്റെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ വളരെ മംഗളകരമായ ഒരു വാർത്തയാണ് നമ്മൾ കൊണ്ടുവന്നു തരുന്നത്. ആ വാർത്ത എന്താണത്? മറ്റൊന്നുമല്ല, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകൻ്റെ വരവിനെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്യുന്ന ആ സംഭവമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ പക്കലേക്ക് ദൈവദൂതൻ അയക്കപ്പെടുന്നതും മറിയം ഗർഭം ധരിച്ച് ആ രക്ഷകനെ പ്രസവിക്കുന്ന ആ കാര്യമൊക്കെയാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത്. പ്രത്യേകമായിട്ട് നമ്മളിവിടെ ഓർക്കേണ്ടത്, ഈ ഈശോയോടൊപ്പം നമ്മളും നടക്കാൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഈശോ ഒരു ശിശുവായിട്ടാണ് ജനിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യ ശിശുവിനെ പോലെ തന്നെ വളർന്ന് വലുതായി ഗ്രാജുവലായിട്ട്, ക്രമാനുഗതമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇതുപോലെ നമ്മളും ഈശോയോടൊപ്പം നടക്കാൻ തുടങ്ങുകയാണ് ആത്മീയ ജീവിതത്തിൽ, ക്രൈസ്തവമായ ആത്മീയ ജീവിതത്തിൽ. ഈ ആത്മീയ ജീവിതം പൂർണ്ണത കൈവരിക്കുന്നത് ഈശോയോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന വേളയിലാണ്. ഇന്നത്തെ നമ്മുടെ വായനകളിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറ, അവൾക്കൊരു പുത്രൻ ജനിക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ആ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാം. അബ്രാഹവും സാറായും അവർ രണ്ടുപേരും പ്രായം ചെന്നവരായിരുന്നു. ആ വലിയ പ്രായത്തിലാണ്, അവർ വയസ്സായപ്പോഴാണ് സാറ അതുവരെയും വന്ധ്യയാണ്, മക്കളുണ്ടാവുകയല്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് അവരെ അറിയിക്കുകയാണ്, നിങ്ങൾക്കൊരു മകനുണ്ടാകും, സാറ പ്രസവിക്കും. അബ്രാഹവും സാറായൊക്കെ ചിരിക്കുന്നുണ്ട്. ഈ പ്രായത്തിലാണോ ഇനി ഞങ്ങൾക്ക് മക്കളുണ്ടാകാൻ പോകുന്നത്? അവരോട് പറയുന്നു, നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായിലിനു വേണ്ടിയുള്ള നിൻ്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന
ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞു, ദൈവം അവനെ വിട്ടുപോയി. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അബ്രാഹവും സാറായും ഒക്കെ ചിരിച്ചെങ്കിലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഈ സംഭവത്തിലൂടെ ദൈവം പറയുകയാണ്. നമ്മൾ മാനുഷികമായിട്ടാണ് ഓരോ കാര്യവും ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിന് നമ്മളെക്കാളൊക്കെ വളരെ കാര്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ, ഈ ഭൂലോകത്തിന് മുഴുവൻ സൃഷ്ടാവും നീന്താവും സംരക്ഷകനുമൊക്കെയാണ് അവിടുന്ന്. അങ്ങനെയെങ്കിൽ ഇതിലുള്ള ഒരു ചെറിയ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ദൈവത്തിന് പ്രയാസമൊന്നുമില്ല. നമ്മൾ ഈ സാറായുടെ കാര്യം മുതൽ പിന്നീട് അങ്ങോട്ട് നോക്കുകയാണ്, നമുക്ക് മനസ്സിലാകും. പലരും ജനിക്കുന്നത് സാമുവൽ, സാംസൺ, അതുപോലെ പിന്നീട് യോഹന്നാൻ മാംദാന, ഇവരെല്ലാം ജനിക്കുന്നത് പ്രത്യേകമായ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ലോകത്തിലുള്ള വലിയ വമ്പന്മാരും ഒന്നും അല്ല. ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് അവിടുന്ന് പ്രദാനം ചെയ്യുന്ന രക്ഷ നമുക്ക് തരാനായിട്ട് വരുന്നത്. അത് ഒരുപക്ഷെ ദൈവം പ്രത്യേകമായിട്ട് ചിലരെയൊക്കെ തിരഞ്ഞെടുക്കും. അവർ അത്ഭുതകരമായിട്ടായിരിക്കും ഈ ലോകത്തിലേക്ക് വരുന്നത്. യാതൊരു സാധ്യതയുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കും അവർ ജനിക്കുന്നത്. അങ്ങനെയൊക്കെയാണത്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് അജ്ഞാതമാണ്. അവിടത്തേക്ക് എല്ലാം കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇസഹാക്ക് ജനിക്കുന്നു. അതേ സമയത്ത് നമുക്കറിയാം, ഇവിടെ സാറ എന്ന് പറയുന്ന ആ വ്യക്തി, അവൾ വിചാരിച്ച് എനിക്കിനി കുട്ടികളുണ്ടാവില്ല. അതുകൊണ്ട് അബ്രാഹത്തെ നിർബന്ധിച്ച് തൻ്റെ ദാസിയായ ഹാഗാറിൽ നിന്ന് ഒരു പുത്രനെ ലഭിക്കുവാനായിട്ട് അവൾ ആഗ്രഹിക്കുകയാണ്. ഇഷ്മായിൽ എന്ന് വിളിക്കുന്ന ആ കുട്ടി ജനിക്കുന്നു. 10-15 വർഷം മുമ്പാണെന്ന് പറഞ്ഞാൽ ഇസഹാക്കിന് മുമ്പാണ് ജനിക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറായ്ക്ക് പിന്നെ ഈ ഹാഗാറിനെയും ഇഷ്മായിലിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നായി. അങ്ങനെ അബ്രാഹത്തെ നിർബന്ധിച്ച് അവളെയും കുട്ടിയെയും പുറത്താക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരെയും ദൈവമടെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് കാത്തിരിക്കാതെ പലപ്പോഴും നമ്മൾ നിർബന്ധപൂർവ്വം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ദുരവസ്ഥ, വാസ്തവത്തിൽ ഹാഗാറിനും അതുപോലെ ഇസ്മായിലിനും സംഭവിച്ച എന്താണ്? അവർക്ക് വന്ന ആ ദുരവസ്ഥയുടെ അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ സാറായിക്കാണ്. സാറ അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമായിരുന്നു. ആ കുട്ടി ഒരു പക്ഷേ ഇതുപോലെയുള്ളൊരവസ്ഥയിലേക്ക് എത്തേണ്ടി വരികയുമില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠം പഠിക്കണമെന്നാണ് ദൈവം പറയുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായന എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം 21 മുതൽ 6-ാം അധ്യായം 4-ാം വാക്യം വരെയാണ്. പൗലോസ് പറയുകയാണ്, മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. പിന്നീട് പറയുന്ന കാര്യം ഭാര്യമാരോടും ഭർത്താക്കന്മാരോടുമാണ്. ഇത് വിവാഹവേളയിൽ മിക്കവാറൊക്കെ വായിക്കുന്നതാണ്, നിങ്ങൾക്കതറിയാം. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. നമ്മൾ ഓർക്കണം, ഇത് ഈ ഭാഗം തുടങ്ങുന്നത് മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുമെന്നാണ്. ഇത് നമ്മൾ പലപ്പോഴും വിട്ടുപോവുകയാണ്, പരസ്പരം വിധേയരായിരിക്കുക എന്നുള്ളത്. നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ ഭാര്യ എപ്പോഴും ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കുക, ഭാര്യയ്ക്ക് വിധേയപ്പെടാനായിട്ട് ഭർത്താവ് കടപ്പെട്ടവനല്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. വീണ്ടും പറഞ്ഞു പോവുകയാണ്, ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. കർത്താവിന് എന്നതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് കേവലം ഒരു അടിമയുടെ വിധേയത്വമല്ലത്, പ്രത്യേക ഒരു സ്നേഹത്തിൻ്റെ വിധേയത്വമാണ്. ആ സ്നേഹത്തിൽ വിധേയപ്പെട്ടിരിക്കാനാണ് ഈ പറയുന്നത്. നമ്മളാരും കർത്താവിൻ്റെ അടിമകളെന്ന രീതിയിലല്ല ആയിരിക്കുന്ന, കർത്താവിനോടൊത്തായിരിക്കും. പ്രത്യേക കർത്താവ് തന്നെ പറഞ്ഞ്, നിങ്ങളെ ഞാൻ സ്നേഹിതരെന്നാണ് വിളിക്കുന്നത്. ഇനി ദാസരൊന്നും അല്ല, നിങ്ങൾ സ്നേഹിതരാണ്. അപ്പോൾ ആ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഒരു വിധേയത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭാര്യമാർ അങ്ങനെ ഭർത്താക്കന്മാർക്ക് സ്നേഹത്തിൽ വിധേയരായിരിക്കണം. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. അതേസമയത്ത് നമ്മൾ ഈ കാര്യം മാത്രം പറഞ്ഞിട്ട് ഭർത്താക്കന്മാർക്കുള്ള ഉപദേശം മറന്നുപോയാൽ സംഗതി പ്രശ്നമാകും. വീണ്ടും പൗലോസ് പറയുകയാണ്, ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഭർത്താക്കന്മാരോട് വെറുതെ വിധേയരായിരിക്കാൻ മാത്രമല്ല ആവശ്യപ്പെടുന്നത്, കർത്താവ് എങ്ങനെയാണ് തന്നെ തൻ്റെ ആ സഭാസമൂഹത്തിന് തൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങൾ കൊടുത്തത്, അവിടെ പൂർണ്ണമായിട്ടും തൻ്റെ ജീവൻ തന്നെയാണ് കൊടുത്തത്. ഇതുപോലെയുള്ളൊരു സമർപ്പണത്തെക്കുറിച്ച് ഭർത്താക്കന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. ഭാര്യമാർ, നിങ്ങൾ സ്നേഹത്തിൽ വിധേയപ്പെട്ടിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ അതിൽ കൂടുതലായിട്ട് തങ്ങളെ തന്നെ തങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അവൻ സഭയെ വിശുദ്ധീകരിക്കേണ്ടതിന്
ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. വചനത്താൽ എങ്ങനെയാണ് വെണ്മയുള്ളതാക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ട് കഴിയുമ്പോഴാണ് ഈ സഭ ശരിക്കും വെണ്മയുള്ളതാകുന്നത്. അത് നല്ല വെളുപ്പ് നിറമാകുന്നത്, അല്ലെങ്കിൽ ശുദ്ധിയുള്ളതാകുന്നത്. ഇതുപോലെ എന്ത് ചെയ്യണം പറയുകയാണ്, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഭർത്താക്കന്മാരോർത്തോ എല്ലാവരും എവിടെയെങ്കിലും നമ്മളൊന്ന് പോകുന്നതിന് മുമ്പായിട്ട് എത്ര സമയം കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ പൗഡർ ഇടുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ, ബാക്കി മേക്കപ്പൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഭാര്യമാർ പോകും. ഭർത്താക്കന്മാരാണെങ്കിൽ മീശയുള്ളൊരു മീശയൊക്കെ ഒന്ന് വെട്ടി, താടിയൊക്കെ ഒന്ന് വെട്ടി, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തലമുടിയൊക്കെ ഭംഗിയാക്കും. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണമെന്നുള്ളതാണ്. ഇത് ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മാത്രം കൊടുക്കുന്ന ഒന്നല്ല എന്ന് പിന്നീട് മനസ്സിലാകും. ഇത് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നതുപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തിൽ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്നതുപോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് പറഞ്ഞു വരും, ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. കർത്താവിനോട് നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ചിരിക്കുന്നത്? അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇതുപോലെ ആയിരിക്കണം ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബജീവിതവും അല്ല. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ജനിക്കുന്ന മക്കൾക്ക് ആ വെണ്മയുണ്ടാവുകയുള്ളൂ. വചനത്താൽ വെണ്മ കൊടുത്ത സഭയ്ക്ക് വെണ്മ കൊടുത്തതുപോലെ തങ്ങൾക്കുണ്ടാകുന്ന മക്കളെ ഇതുപോലെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് ആ വചനം കൊണ്ട് വെണ്മയുള്ളതാക്കി തീർക്കണം. വീണ്ടും പറയുകയാണ്, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് പൗലോസ്ലീഹയുടെ കണ്ടുപിടുത്തമൊന്നുമല്ല. ആദ്യം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതൊന്നുകൂടി പൗലോസ് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എന്താണ്, പലപ്പോഴും അമ്മമാർ പറയും, പ്രത്യേകിച്ച് ഒരു മകനെയൊക്കെ ഉള്ളെങ്കിൽ എൻ്റെ മകനെ അവൾ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി? വെറുതെ ഇങ്ങനെ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അമ്മായിമ്മ പോരും നാത്തൂൻ പോരും. ഇത് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് കർത്താവിൻ്റെ വചനം മനസ്സിലാകാത്തതുകൊണ്ടാണ്. അവിടെ പറഞ്ഞതുപോലെ ഈ വചനം കൊണ്ട് നമ്മൾ വെണ്മയുള്ളവരാകാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര കൗൺസിലിങ്ങിന് വിട്ടാലും ഇതൊന്നും മാറണമെന്നില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ബോധ്യം വരുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയുക. മക്കളാണെങ്കിൽ അവർ പുതിയ കുടുംബം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവർ മാതാപിതാക്കളെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ലെ മുൻപത്തെ പോലെ അവരെപ്പോഴും മാതാപിതാക്കളോട് കൂടെ ആയിരിക്കില്ല. അവരവരുടേതായ കുടുംബ കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഇത് അവരുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരുപാട് കുടുംബത്തിൽ നിന്ന് ഒഴിവാകും. ഇതൊരു വലിയ രഹസ്യമാണ്. പൗലോസ് പറയുകയാണ്, ഇത് നമുക്കത്ര എളുപ്പം മനസ്സിലാകുന്നൊരു കാര്യമല്ല. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. സഭയോടും മിശിഹായോടും. ഈ സഭ എങ്ങനെയാണ് മിശിഹായോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സഭയുടെ ശിരസ്സാണ് മിശിഹ. നമ്മളൊക്കെ അവയവങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു അഭേദ്യമായ ബന്ധമാണ്. ശിരസിൽ നിന്ന് കിട്ടുന്ന കൽപ്പനകളൊക്കെയാണ്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് അവയവങ്ങൾ അനുസരിക്കുക. അവയവങ്ങൾ മാത്രമായിട്ട് കാര്യമൊന്നുമില്ല. അത് അവയവങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ശിരസ്സുണ്ടാകണം, തലയുണ്ടാകണം. ചുരുക്കത്തിൽ ഈ തലയും അവയവങ്ങളെല്ലാം ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ സഭ നന്നായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ, അല്ല അതിൻ്റെ ലക്ഷ്യം നേടുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ചെറിയ സഭയായ കുടുംബം. ഇതുപോലെ ഒരുമിച്ചിരുന്നു കൊണ്ട് പരസ്പര സ്നേഹത്തോടു കൂടി വിധേയപ്പെട്ടിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴേ ഈ കുടുംബവും സഭയൊക്കെ നന്നാവുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ മംഗളവാർത്താ കാലത്ത് ഈ സഭാ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അതിൻ്റെ ആരംഭത്തിലായിരിക്കുമ്പോൾ ഓർക്കുക, ഇതാണ് സഭയുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന സത്യവും വസ്തുതയുമെല്ലാം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വായന. അവിടെ സക്രിയായിക്കും എലിസബത്തിനും യോഹന്നാൻ മാംദാനെ പിറക്കുന്ന കാര്യമാണ്. അവരും ഇതുപോലെ തന്നെ പ്രായമായവരായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇങ്ങനെയുള്ളൊരവസരത്തിലാണ് ഈ സക്രിയായിക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിലായിരിക്കുന്നു. ഇവനിവിടെ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, സക്രിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കും. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും.
അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇനി എന്തിനാണ് ഈ യോഹന്നാൻ അയക്കുന്നതിനാണ് പറഞ്ഞു വരുന്നത്? എന്തിനാണ് വാസ്തവത്തിൽ യോഹന്നാനെ അയക്കുന്നത്? ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവൻ അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരും. യോഹന്നാൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരുപാട് പേര്, അതിനകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ചുങ്കപ്പിരിവുകാരുണ്ടായിരുന്നു, പട്ടാളക്കാരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു, പരിസയ പ്രമാണികളുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും വന്ന് യോഹന്നാനോട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവരോടെല്ലാം യോഹന്നാൻ പറയും, നിങ്ങൾ ചുങ്കക്കാരോട് പറയും, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൂടുതലൊന്നും പിരിക്കരുത്, പണം പിരിക്കരുത്, കട്ടെടുക്കരുത്, കൈക്കൂലി മേടിക്കരുത്. അതുപോലെ തന്നെ പട്ടാളക്കാരോട് പറയും, നിങ്ങൾ വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കരുത്, തല്ലരുത്, കൈക്കൂലി മേടിച്ചിട്ട് അവർക്കെതിരെ അനീതി പ്രവർത്തിക്കരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവൻ ദൈവമായ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരും. അതിനാണ് യോഹന്നാൻ വരുന്നത്. എന്താണ് ദൈവമായ കർത്താവിടെ? ആരാണ്? ഈ വരാൻ പോകുന്ന ഈശോയെക്കുറിച്ചായി പറഞ്ഞു, രക്ഷകനെക്കുറിച്ച്. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. ഇതാണ് സക്രിയാക്കി കിട്ടുന്ന വെളിപാട്. അതായത് ദൈവമായ കർത്താവിലേക്ക് ഇങ്ങനെ ഇസ്രായേൽ മക്കൾ വളരെ പേരെ കൊണ്ടുവരും. എല്ലാവരെയും ഒന്നും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുപോലെ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാൻ. ഇങ്ങനെയൊക്കെയാണ് യോഹന്നാൻ്റെ ദൗത്യമായിട്ട് ഇവിടെ പറയുന്നത്. നമ്മുടെയൊക്കെ ദൗത്യം ഇത് തന്നെയാണ്. കർത്താവിലേക്ക് തിരിച്ചുവിടാനായിട്ട് നമ്മൾ ഇതുപോലെ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് കൊണ്ടുവരണം. പരസ്പരം അകന്നു നിൽക്കുന്ന കുടുംബങ്ങളെയൊക്കെ അടുപ്പിക്കണമെന്നാണ് ഈ പറയുന്നത്. അതുപോലെ അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചുവിടണം. മക്കൾ അനുസരണമില്ലാത്തവരായി പോകുന്നുണ്ടെങ്കിൽ അവരെ ഈ പറയുന്ന നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചുവിടണം. അനുസരണമില്ലായ്മ എന്ന് പറഞ്ഞാൽ വിവേകമില്ലായ്മ എന്ന് തന്നെയാണ് അർത്ഥം. മക്കൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന അനുസരണമില്ലെന്ന് മാത്രമല്ല, അവർക്ക് വിവേകമില്ലാതാവുകയും ആ മാതാപിതാക്കന്മാരുടെ അതുവരെയുള്ള അനുഭവ സമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, ആ ഒരു മാർഗനിർദ്ദേശം കിട്ടാതെ വരുമ്പോൾ അവർ അവിവേകം പ്രവർത്തിക്കുക. അങ്ങനെയാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിപ്പെടുന്നത്. അവരുടെ കൂട്ടുകാർ പറയുന്നതാണ് അവർക്ക് പ്രമാണമായിട്ട് മാറുന്നത്. അവരുടെ മാതാപിതാക്കൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ കർത്താവിലേക്ക് ഇവരെയൊക്കെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പിന്നെ സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ, കർത്താവായ രക്ഷകൻ വരുമ്പോൾ ഇതുപോലെ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം അവനെ സ്വീകരിക്കാനായിട്ട്. നമുക്കറിയാം, കർത്താവിനെ എല്ലാവരും ഒന്നും സ്വീകരിച്ചില്ല. ഒരുപാട് പേര് സ്വീകരിച്ചു. പിന്നീട് കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ആണ് ധാരാളം പേര്, കോടിക്കണക്കിന് പേര് കർത്താവിലേക്ക് വന്നത്. കർത്താവ് തന്നെ പറയും, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ അതിനുശേഷമാണ് എന്നിലേക്ക് എല്ലാവരെയും ഞാൻ ആകർഷിക്കാൻ പോകുന്നത്. പിന്നീട് നമുക്കറിയാം, സക്കറിയ ചോദിക്കും, ഞാൻ വൃദ്ധനാണ്, ഇതെങ്ങനെ സംഭവിക്കും എന്നെല്ലാം ചോദിച്ചപ്പോൾ മാലാഖ പറഞ്ഞു, ദൂതൻ പറഞ്ഞു, നീ ഊമനായിരിക്കും, മിണ്ടുകയില്ല, യോഹന്നാൻ ജനിക്കുന്നത് വരെ. പിന്നീട് സംഭവിച്ച കാര്യമെല്ലാം നമുക്കറിയാം. അങ്ങനെ നമ്മളിവിടെ വായിച്ചു വരുന്ന എല്ലാം എന്താണ്? ഈ ഒരുക്കത്തിൻ്റെ നാളുകളാണിത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവം നമ്മളെ തന്നെ ഒരുക്കുകയാണ്. ആ ഒരുക്കുമ്പോൾ ഇതുപോലെ യോഹന്നാനെ പോലെ ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ ഒരുക്കും, നമ്മൾ മറ്റുള്ളവരെ ഒരുക്കണം. ഈ കർത്താവിലേക്ക് അവരൊക്കെ തിരിഞ്ഞു വരാൻ, വിവേകത്തിലേക്ക് തിരിഞ്ഞു വരാനായിട്ട്, അനുസരണത്തിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് ഈ മംഗളവാർത്ത കാലം തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ യോഹന്നാൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നവരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.